ഹലോ ഡിയേഴ്സ്, നമ്മൾ പോകുന്നു ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അറീൻസ്. മുഴുവൻ മാർക്കും ലഭിക്കുന്നതിനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നേരത്തെ നമ്മൾ ബില്യൺ ഡോളർ, മില്യൺ ഡോളർ, 5 സ്റ്റാർ, 3 സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ഏതൊക്കെ അപ്പം വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട. അതിനകത്ത് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആവാം. അപ്പോൾ കമ്മ്യൂണിറ്റിയിൽ എൻ്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം. അപ്പം ഇതിനകത്ത് ചോദിക്കുന്ന കാര്യം പിന്നെ നിങ്ങളുടെ സപ്പോർട്ടാണ് എല്ലാം അതുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് അതുപോലെ. അപ്പോൾ ഇതിനകത്ത് ഇവിടെ OH വന്നു കണ്ടോ, OH ഇവിടെ നിങ്ങൾക്ക് SOCl2 വന്നാലേ നോക്കൂ നിങ്ങൾ ഇതിനകത്ത് ഇവിടെ നമുക്ക് OH വന്നു, OH ഇവിടെ SOCl2. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ OH അങ്ങോട്ട് വെട്ടിയിട്ട് അവിടെ ക്ലോറിൻ ആക്കിയാൽ മതി. ക്ലോറിനുള്ള ആരെങ്കിലും ഈ OH അടുത്ത് ഇതുപോലെ വന്നാൽ അതാണ് അതിൻ്റെ ട്രിക്ക്, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ. അപ്പോൾ ഇതാണ് ബെസ്റ്റ് സ്യൂട്ടബിൾ റിയേജൻറ്റ്. ഈ തയോണൈൽ ക്ലോറൈഡ് ആണ്. അതെപ്പോഴും ചോദിക്കാറുണ്ട് ഹാലോ ആൽക്കെയിൻസിൻ്റെ പ്രിപ്പറേഷനിൽ. ഇതിനകത്ത് തയോണൈൽ ക്ലോറൈഡ് എന്തുകൊണ്ടാണ് ബെസ്റ്റ് റിയേജൻ്റ് ആവുന്നത്? കാരണം SO2 എസ്കേപ്പ് ചെയ്ത് പോകും, HCl എസ്കേപ്പ് ചെയ്ത് പോകും. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന പ്രോഡക്റ്റ്, അപ്പോൾ ആ പ്രോഡക്റ്റിന് ഇവിടെ നമുക്ക് കാണാം. അതിനകത്ത് കണ്ടില്ലേ ആ ഒരു OH എന്താകും, Cl ഉള്ള ആരെങ്കിലും ഇപ്പോൾ PCl3 ആകാം, PCl5 ആകാം, അങ്ങനെയൊക്കെ വന്നാലും ഇവിടെ ഈ OH വെട്ടിയിട്ട് Cl ആകും. വളരെ സിമ്പിൾ അല്ലേ? അപ്പോൾ ബെസ്റ്റ് റിയേജൻറ്റ് ഇതാണ്. അപ്പം SO2 HCl എസ്കേപ്പ് ചെയ്ത് പോകുമെന്ന് പറഞ്ഞു. സോ നമ്മൾ പിന്നീട് ഇതിലോട്ട് പോകുമ്പോൾ മാർക്കോനിക്കോഫ് റൂൾ വിട്ടൊരു കളിയുമില്ല. പ്ലസ് വണ്ണിലേതാണെങ്കിലും കഴിഞ്ഞ സേ എക്സാമിന് ചോദിച്ചു. അപ്പോൾ അതുകൊണ്ട് കണ്ടോ 2025 സേ എക്സാമിന് 2 മാർക്ക് മാർക്കോനിക്കോഫ് റൂളാണ്. ഇവിടെ H2O എന്താ റിയേജൻറ്റ് ഇങ്ങനെ കാണിച്ചത്. അപ്പോൾ ഇവിടെ H2O എന്ന് പറഞ്ഞാൽ H+ OH- അല്ലേ? എന്താ മാർക്കോനിക്കോഫ് പറയുന്നത്? പിന്നെ അൺസിമെട്രിക്കൽ റിയേജൻറ്റ്. ഇതിന് H-ഉം ഇത് OH-ഉം അല്ലേ? ഇതിപ്പോൾ അൺസിമെട്രിക്കൽ അല്ലേ? രണ്ടും ഒരുപോലുള്ള സാധനങ്ങളല്ലല്ലോ. അൺസിമെട്രിക്കൽ റിയേജൻറ്റ് ഈസ് ആഡ് ടു ആൻ അൺസിമെട്രിക്കൽ ആൽക്കീൻ അല്ലേ? ഇത് അറ്റത്തല്ലേ ഡബിൾ ബോണ്ട്. അപ്പോൾ ഇതിവിടെ ഇങ്ങനെയും ഇത് ഇങ്ങനെയും അല്ലേ? അപ്പോൾ ഇത് സിമെട്രി ഇല്ലല്ലോ. ഇവിടെ വേറൊരു ഭാഗം CH2, അവിടെ CH3 CH, അങ്ങനെ അസിമെട്രി അല്ലേ? വെൻ അൺസിമെട്രിക്കൽ ആൽക്കീനിലോട്ട് അൺസിമെട്രിക്കൽ റിയേജൻറ്റ് ചേർക്കുമ്പോൾ ഈ OH എങ്ങോട്ടേക്ക് പോകും? OH പോകുക ഇവിടെ കാർബണിൽ ഹൈഡ്രജൻ കുറവുള്ള കാർബൺ നോക്കൂ. ഇവിടെ 3 ഹൈഡ്രജൻ ഉണ്ട് ഈ കാർബണിൽ, ഇവിടെ 1 ഹൈഡ്രജൻ ഉള്ളൂ, ഇവിടെ 2 ഹൈഡ്രജൻ. അപ്പം കാർബൺ കുറവുള്ള ഹൈഡ്രജനിലോട്ട് പോവുക. അപ്പോൾ ഇവിടേക്കാണ് നമ്മുടെ ആര് പോവുക? OH പോവുക. കണ്ടോ OH പോയത്? അപ്പം പ്രൊപ്പാൻ ടു ഓൾ കിട്ടിയത് കണ്ടോ? പ്രൊപ്പാൻ ടു ഓൾ. IUPAC നെയിമിങ്ങിന്റെ കാര്യങ്ങളൊക്കെ അതിനകത്ത് നമ്മളിപ്പം പറയുന്നില്ല. അതൊക്കെ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കൃത്യമായി നിങ്ങൾക്ക് അതിനകത്ത് നെയിമിംഗ് ഒക്കെ നടത്താൻ പറ്റുള്ളൂ. എന്തായാലും മാർക്കോനിക്കോഫ് റൂളാണ്. അപ്പോൾ ഇതൊരു ക്വിക്ക് റിവിഷനാണ്. അപ്പം ഇവിടെ ഞാൻ അത് എഴുതിയിട്ടുണ്ട്. വെൻ അൺസിമെട്രിക്കൽ റിയേജന്റ് ഈസ് ആഡഡ് ടു ആൻ അൺസിമെട്രിക്കൽ ആൽക്കീൻ, നെഗറ്റീവ് പാർട്ട് ഓഫ് ദ റിയേജന്റ് ഗോസ് ടു ദ കാർബൺ വിത്ത് ലെസർ നമ്പർ ഓഫ് ഹൈഡ്രജൻ. ദെൻ ഇതിനകത്ത് പ്രോഡക്റ്റ് ഐഡന്റിഫൈ ചെയ്യാനാണ് ഇവിടെ AgCl ആണ് കേട്ടോ, AgBr അല്ല. അവിടെ NaB, ഇവിടെ AgF അല്ലേ? അപ്പോൾ AgCl ആയി പോകും. ഇവർ ഒരുമിച്ച് അങ്ങോട്ട് പോകും. Ag എപ്പോഴും Cl അല്ലെങ്കിൽ ക്ലോറിൻ ഇവിടെ കൂടെ പോയിട്ട് ഈ ഫ്ലോറിൻ എന്ത് ചെയ്യും? ഇങ്ങോട്ട് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ സ്വാർട്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? സ്വാർട്സ് റിയാക്ഷൻ. അപ്പോൾ അത് നമുക്കറിയാം. ഇത് നമ്മുടെ സാൻമേയസ് റിയാക്ഷൻ ആണ്. ഇതിനൊരു കോഡൊക്കെ ഉണ്ട്, അടിപൊളി കോഡുണ്ട്. നമ്മൾ ഇതിനകത്ത് നിങ്ങൾ കുറച്ച് മുന്നേ ചെയ്ത വീഡിയോകൾ നോക്കിയാൽ ഇതിനകത്ത് കുറേ മുന്നെയാണ്. വേണമെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം. സാൻമേയർ പഠിക്കാനുള്ള ഒരു അടിപൊളി കോഡുണ്ട്. മണലിട്ട റോഡിൽ ബെൻസ് കാറുമായി അനിലിന് ഇറങ്ങി. അനിലിൻ്റെ കാറിൽ ആരോ ആസിഡ് ഒഴിച്ചപ്പോൾ അനിലിന് പൊട്ടിത്തെറിച്ചത്, ആളുകൾ നോക്കലും കൂക്കി വിളിക്കലും ഒക്കെ ആയിട്ട് ഒരു കഥയുണ്ട് അതിനകത്ത്. അപ്പോൾ അതൊക്കെ കേൾക്കാനേ അതിനകത്ത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആകും കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കമ്മ്യൂണിറ്റിയിൽ സെൻഡ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഇത് നമ്മുടെ എന്താണ് വുഡ്സ് റിയാക്ഷൻ ആണ്. എന്താണ് വുഡ്സ് റിയാക്ഷൻ? സോ നമ്മളെ സ്വാർട്സ് റിയാക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായി. സാൻമേയസ് നിങ്ങൾക്ക് അറിയാം. ഇതൊക്കെ അതിന്റെ കംപ്ലീറ്റ് സാൻമേയസിൻ്റെതാണ്. അതിന്റെ പ്രോഡക്റ്റ് ഇതാണ്. സാൻമേയസിൽ ഇവിടെ ക്ലോറോ ബെൻസീനാണ്, ബെൻസിൻ. അപ്പം നമ്മുടെ അനിലിൻ കല്ല് പോലെയായി എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടൊരു കോഡൊക്കെ ഉണ്ട്. ഇത് വുഡ്സ് ആണ്. ഇതിനകത്ത് ബ്രോക്കർ സോഡിയമാണ്. അപ്പോൾ 2 ചെയിനുകളെ പരസ്പരം ലിങ്ക് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ പഠിക്കുക. ഇവിടെ CH3Cl, ഇവിടെ CH3 ആവും. അതൊക്കെയാണ് അതിനകത്ത് സംഭവങ്ങൾ. പിന്നെ നമ്മുടെ സെയ്റ്റ്സേവ് റൂൾ, ഇതൊരു ബില്യൺ ഡോളർ ക്വസ്റ്റ്യൻ ആണ്, 5 സ്റ്റാർ ക്വസ്റ്റ്യൻ ആണ്. ആൽക്കോളിക് AOH 2 ബ്രോമോ പെൻറ്റൈനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയാണ്? 2 ബ്രോമോ പെൻറ്റൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതുപോലെ തന്നെ ഇവിടെ അതിൻ്റെ റൂൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ പെൻറ്റൈൻ എന്ന് പറഞ്ഞാൽ 5 കാർബൺ അല്ലേ? ആണ്. ഇവിടെ 5 കാർബൺ ഉണ്ട്. രണ്ടാമത്തേൽ ബ്രോമിൻ ഉണ്ട്. അപ്പോൾ 2 ബ്രോമോ പെൻറ്റൈൻ അല്ലേ? ആണ്. ആൽക്കോളിക് AOH വരികയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ആൽക്കോളിക് AOH വന്നു കഴിഞ്ഞാൽ Aയും Bയും 2 പ്രോഡക്റ്റ് ഉണ്ടായി. ഏതാണ് പ്രോഡക്റ്റ് എന്നാണ്? അപ്പോൾ നമുക്കറിയാം ആൽക്കോളിക് AOH വന്നാൽ ഈ ബ്രോമിനെ അവിടെ നിന്ന് അങ്ങോട്ട് പോകും. എന്നിട്ട് ഡബിൾ ബോണ്ട് ഒന്നെങ്കിൽ ഇങ്ങോട്ടേക്ക് ഡബിൾ ബോണ്ട് ആകാം, അല്ലെങ്കിൽ ഇങ്ങോട്ടേക്കാകാം. പക്ഷെ അറ്റത്ത് ഡബിൾ ബോണ്ട് വരുന്ന പ്രോഡക്റ്റ് അത്ര സ്റ്റേബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് നടുക്ക് ഡബിൾ ബോണ്ട് വരുന്ന രീതിയിൽ ഇങ്ങോട്ടേക്കാണ് വരിക. അപ്പോൾ അതാണ് നമ്മുടെ പ്രോഡക്റ്റ് അവിടെ കിട്ടുക. അപ്പോൾ കണ്ടോ, ഇവിടെ പ്രോഡക്റ്റ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ പെൻറ്റ്2ന് നടുക്കല്ലേ ഡബിൾ ബോണ്ട് വന്നത്, ഇവിടെയല്ലേ വന്നത്, ബ്രോമിൻ പോയില്ലേ? അപ്പോൾ ഇവിടെ ഒരു ഹൈഡ്രജനെ കുറച്ച് കൊടുക്കുക. കണ്ടില്ലേ? അല്ലാണ്ട് ഇവിടേക്ക് ഡബിൾ ബോണ്ട് കൊടുക്കരുത്, അറ്റത്തേക്ക് ഡബിൾ ബോണ്ട് കൊടുക്കരുത്. അപ്പോൾ അതൊക്കെയാണ് അതിനകത്ത്. പെൻറ്റ്1 മൈനറാണ്, പെൻറ്റ്2 മേജർ പ്രോഡക്റ്റ്. സോ നമ്മൾ സെയ്റ്റ്സേഫ് റൂൾ ആണ് സംഗതി. വെൻ ആലോ ആൽക്കീൻ ഈസ് റിലേറ്റഡ് വിത്ത് ആൽക്കോളിക് AOH, ആൽക്കീൻ ഹാവിംഗ് ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്, കൂടുതൽ ബ്രാഞ്ച് ഉള്ള ഇതാണ് ഉണ്ടാവുക. കണ്ടോ, ഇവിടെ ആകുമ്പോൾ ഈ ഡബിൾ ബോണ്ടിന് ചുറ്റി ഇവിടെ ഒരു ബ്രാഞ്ച്, ഇവിടെ ഒരു ബ്രാഞ്ച്.
പക്ഷെ മൈനറിൽ നോക്കിയാൽ ഇവിടെ ഡബിൾ ബോണ്ട് ആകുമ്പോൾ കണ്ടോ ഇവിടെ ബ്രാഞ്ച് ഇല്ല, ഫുൾ ബ്രാഞ്ച് ഇങ്ങോട്ടേക്ക് ഡബിൾ ബോണ്ടിന്റെ. അപ്പൊ ഇത് സ്റ്റേബിൾ അല്ല, ഇതിനകത്ത് ഈ പ്രൊഡക്റ്റ് ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? ഇതാണ് അതിനകത്ത് മേജർ ആയിട്ട് ഉണ്ടാവും, മൈനർ എമൗണ്ടിൽ മേജർ ഇതാണ്. ഓക്കെ. പിന്നീട് നമ്മുടെ സെയ്റ്റ്സേഫ് റൂൾ നിങ്ങൾ ഇതിനകത്ത് പഠിക്കുക. ഇതന്നെ സംഭവം. ഡബിൾ വെൻ ആൽക്കീൻ നമ്മളെ എന്താ പറയുക ഹാലോ ആൽക്കെയിൻസ് ആൽക്കോളിക് ആവച്ചിന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുമ്പോൾ ഗ്രേറ്റസ്റ്റ് എപ്പോഴും ഉണ്ടാവുന്ന ആൽക്കീൻ ഏതായിരിക്കും? കൂടുതൽ ബ്രാഞ്ച് ഡബിൾ ബോണ്ടിന്റെ അപ്പുറത്തും ഇപ്പുറത്തും കൂടുതൽ ബ്രാഞ്ച് ഉണ്ടാവുന്ന ആൽക്കീൻ ആയിരിക്കും മേജർ പ്രോഡക്റ്റ്. സോ പിന്നീട് സെയ്റ്റ്സേഫ് റൂൾ കാര്യങ്ങൾ പറയുക. പിന്നെ ഇതില്ലാണ്ട് ഇത് മില്യൺ അല്ല ബില്യണോ അല്ല അതിന്റെ അപ്പുറം വല്ലതും ഉണ്ടെങ്കിൽ അതാണ് ഈ ക്വസ്റ്റ്യൻ. കാരണം ഇവിടെ ക്ലോറോഫോം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സൺലൈറ്റിൽ ഫോസ്ഗിൻ ഉണ്ടാകും. അപ്പം അത് എന്തായാലും നിങ്ങൾ പഠിച്ചു പോയിക്കോളൂ. ഒരിക്കലും നിങ്ങൾ അതിനകത്ത് പഠിക്കാണ്ട് പോകാൻ പാടില്ല. മസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കണ്ടോ, ഒരുപാട് മാർക്ക് മാർച്ച് 2024, പക്ഷേ 1-2 മാർക്കിനെ ചോദിക്കുള്ളൂ കേട്ടോ, വലിയ മാർക്കൊന്നും ഇതിനകത്തില്ല. എന്നിരുന്നാലും പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ CL വന്ന് ഇവിടെ OH വന്നാൽ ഇവിടെ OHനെ വെട്ടിയിട്ട് CL ആക്കി കൊടുക്കുക. അപ്പോൾ അത് നമുക്കറിയാമല്ലോ, അതാ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ സ്വാർട്സ് റിയാക്ഷൻ ആണ്, അറിയാമല്ലോ. AgF വന്നാൽ Fനെ ഇങ്ങോട്ടാക്കും, AgBr ഒരുമിച്ച് പോകും. ഓക്കെ. പിന്നീട് ഇത് 2 തവണ ചോദിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ SN1 മെക്കാനിസം ആണ്. ഇവിടെ കാർബോ കാറ്റയോണിന്റെ ഫോർമേഷൻ ആണ്. അപ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ബാച്ചിൽ അതിനകത്ത് ജോയിൻ ആകാം. ഞാൻ ഇപ്പം ഇതൊരു ക്വിക്ക് റിവിഷൻ വീഡിയോ ആണ്, ഇതിനകത്ത് കംപ്ലീറ്റ് അത് പറയാൻ പറ്റില്ല. അതായത് ബ്രോമിന് കംപ്ലീറ്റ് പറയാൻ ടൈം ഇല്ലാത്തതുകൊണ്ടാണ് വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും. അപ്പം ഇത് ഭയങ്കര ഇമ്പോർട്ടൻറ്റും അല്ല. ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ചോദിച്ചിട്ടുണ്ട് 2 തവണ. കണ്ടോ, മാർച്ച് 2024 ഇനി ഒരു പബ്ലിക് എക്സാം കൂടി ചോദിച്ചിട്ടുണ്ട്, ഞാൻ കാണിക്കാതെ. ഇവിടെ ബ്രോമിൻ ഇങ്ങോട്ടേക്ക് അതിനകത്ത് Br മൈനസ് ആയി പോകും. അപ്പോൾ കാർബോ കാറ്റയോൺ ഉണ്ടാകും. ആ കാർബോ കാറ്റയോണിലോട്ടാണ് നമ്മുടെ ഹൈഡ്രോക്സൈഡ് അയോൺ എന്ത് ചെയ്യുന്നത്, അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ 2 സ്റ്റെപ്പിൽ നടക്കുന്നതാണ് SN1 റിയാക്ഷൻ ആണ്. ദെൻ പ്രൊപ്പീൻ ടു ബ്രോമോ പ്രൊപ്പൈൻ എങ്ങനെയാക്കാം, പ്രൊപ്പീൻ എങ്ങനെയാക്കാം, ബ്രോമോ പ്രൊപ്പീൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലേ, CH3 CH ഡബിൾ ബോണ്ട് CH2 ഇങ്ങനെയല്ലേ പ്രൊപ്പീൻ, 3 ചെയിനിൽ ഒരു ഡബിൾ ബോണ്ട്. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, HBrനെ ആഡ് ചെയ്താൽ പോരെ, ആർക്കോനിക്കോഫ് അഡിഷൻ നടത്തിയാൽ പോരെ, 2 ബ്രോമോ പ്രൊപ്പൈൻ ഉണ്ടാവില്ലേ, ഈ Br ഇങ്ങോട്ടേക്ക് പോകും. അപ്പോൾ എന്താവും, CH3 CH Br CH3. അപ്പോൾ ഇതാണ് 2 ബ്രോമോ പ്രൊപ്പൈൻ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് മാർക്കോനിക്കോഫ് ആണ്. പ്രൊപ്പീൻ എന്ന് പറഞ്ഞാൽ അറിയണം നിങ്ങൾക്ക്, പ്രൊപ്പീൻ അറിയണം. പ്രൊപ്പീനിലോട്ട് HBr ചേർത്താൽ രണ്ടാമത്തതിൽ ബ്രോമിൻ വരുന്ന ഇത് പ്രൊപ്പൈനായി മാറും. സോ പിന്നീട് നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഹാലോ അറീൻസ ഇത് ഡിസ്കസ് ചെയ്തിട്ടില്ല, ഡിസ്കസ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ഇതെന്താണ്, ഒരു 4 സ്റ്റാർ, ഇത് ഒരു 5 സ്റ്റാർ കാറ്റഗറി ക്വസ്റ്റ്യൻ തന്നെയാണ്. മസ്റ്റായിട്ട് പഠിച്ചോളൂ. കാരണം നോക്കൂ, നിങ്ങൾ മോഡൽ 2022 മോഡലേ അല്ല, മോഡലാണ് കേട്ടോ. ഈയും ഒക്കെ അങ്ങോട്ടേക്ക്, അത് നിങ്ങൾ ഇങ്ങോട്ടേക്ക് ആക്കിയാൽ മതി. മോഡൽ 2022 എന്തുകൊണ്ട് വൈ ആർ അറീൽ ഹാലൈഡ്സ് ആർ ലെസ് റിയാക്റ്റീവ് ടുവേർഡ്സ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ദാൻ ആൽക്കൈൽ ഹാലൈഡ്സ്. മോഡൽ 2025, സേ 2021, മോഡൽ 2020, പിന്നെ വീണ്ടും മാർച്ച് 2020. ആൾറെഡി ഡിസ്കസ്ഡ് അല്ല, ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. പിന്നീട് കണ്ടോ, ഹാലോ അറീൻസ് ആർ ലെസ് റിയാക്റ്റീവ് ദാൻ ഹാലോ ആൽക്കൈൻസ് ഇൻ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. എന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ ആൻസർ. ഇവിടെ നിങ്ങൾക്ക് അതിന് ആൻസർ എഴുതിയിട്ടുണ്ട്. പാർഷ്യൽ ഡബിൾ ബോണ്ട് വരുന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെ റെസനൻസിൽ ക്ലോറിൻ്റെ ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. സോ പാർഷ്യൽ ഡബിൾ ബോണ്ട് വരുന്നുണ്ട്. മറ്റൊരു കാരണം, അവിടെ ബെൻസീൻ റിംഗിൽ തന്നെ നല്ല ഇലക്ട്രോൺ ഡെൻസിറ്റി ഉണ്ട്. ഇനി വരുന്ന ന്യൂക്ലിയോഫൈലും എന്താണ്, നെഗറ്റീവാണ്, Nu-. അപ്പം ഈ ബെൻസീൻ റിംഗിൽ നിന്ന് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഈ ന്യൂക്ലിയോഫൈലിന് അതിനകത്ത് റിപ്പൾഷൻ ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ അതൊരു അടിപൊളി സംഭവമാണ്. എന്താ സംഗതി എന്നറിയോ? അതിനെ സിമ്പിളാക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്താ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചോദ്യം ഇതാണ്. നമ്മുടെ ഇവിടെ ക്ലോറോ ബെൻസീൻ ഉണ്ടല്ലോ, ക്ലോറോ ബെൻസീൻ, ഇവരെ ഇവിടുന്ന് ക്ലോറോ ബെൻസീനിൽ ക്ലോറിൻ അങ്ങ് മാറ്റിയിട്ട് ഇപ്പോൾ OHO അങ്ങനെയൊക്കെ ആക്കാൻ ഭയങ്കര പാടാണ്. തല വെട്ടിമാറ്റാൻ അതിനകത്ത് തല മാറ്റി അവർ കളിക്കൂല, തല മാറുന്ന അവർ സമ്മതിക്കൂല. എൻ്റെ തല ഇവിടുന്ന് ആരാ മാറ്റാൻ വരുന്നതെന്ന് അവർ ചോദിക്കുക. അപ്പോൾ ക്ലോറിൻ അവിടുന്ന് തല മാറ്റാൻ അവിടുന്ന് മാറാൻ സമ്മതിക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇവിടെ NO2 ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്. അപ്പോൾ അത് തൽക്കാലം അതിപ്പോൾ വേണ്ട, നമ്മളോട് എന്തുകൊണ്ടാണ് അതെന്ന ചോദ്യം. അതിന് കാരണം എന്തുകൊണ്ടാണ് മാറാത്തതെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഈ ക്ലോറിന് കുറേ ഇലക്ട്രോൺ ഉണ്ടല്ലോ ക്ലോറിൻ്റെ അടുത്ത്. അപ്പോൾ ബെൻസീൻ റിംഗ് ഇങ്ങനെ, ബെൻസീൻ ഇലക്ട്രോണുകൾ ഇങ്ങനെ മൂവ് ചെയ്ത് റെസനൻസ് ഇങ്ങനെ ഡാൻസ് ചെയ്ത് കളിക്കല്ലേ. അപ്പോൾ ഈ ക്ലോറിനും എന്തുണ്ട്, കുറേ ഇലക്ട്രോണുകൾ ഉണ്ട്. അപ്പോൾ ക്ലോറിൻ്റെ ഇലക്ട്രോണുകൾ എന്ത് ചെയ്യും, ഈ റെസനൻസിൽ ഇങ്ങോട്ടേക്ക് വരും. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ക്യാരക്ടർ വരുന്നുണ്ട് ഇടയ്ക്ക്. അപ്പോൾ ഈ 2 ബോണ്ട് വന്നാൽ ഇത് പൊട്ടിക്കാൻ പാടാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ക്ലോറിൻ്റെ ഇലക്ട്രോണുകളും ബെൻസീൻ റിംഗുമായിട്ട് റെസനൻസിലാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഡബിൾ ബോണ്ട് വരുന്നുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഫുൾ ഇലക്ട്രോണുകളല്ലേ, ഈ ബെൻസീൻ റിംഗിൽ ഫുൾ ഇലക്ട്രോൺ ആണ്. ഈ വരുന്ന ആളുണ്ടല്ലോ, ഈ OH ഒക്കെ ഇങ്ങോട്ടേക്ക് വരുന്ന OH- അതൊരു മൈനസ് ആണ്. ന്യൂക്ലിയോഫൈൽ എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്. അപ്പോൾ ഈ നെഗറ്റീവ് ഈ ഇലക്ട്രോണുകൾ ഇവരെ തള്ളും, വരാൻ സമ്മതിക്കില്ല. എൻ്റെ തല ഇവിടുന്ന് മാറ്റരുത് എന്ന് ക്ലോറിൻ അവിടുന്ന് മാറ്റാൻ സമ്മതിക്കില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അത് തന്നെ. അപ്പം അവിടുന്ന് ഗ്രേറ്റർ റിപ്പൾഷൻ സംഭവിക്കും. ഈ ബെൻസീൻ്റെ ഇലക്ട്രോണുകൾ ആ വരുന്ന ന്യൂക്ലിയോഫൈലിന് എന്ത് ചെയ്യും, റിപ്പൽ ചെയ്യും.
പിന്നെ ഇത് നമ്മുടെ ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ആണ്. ഇതിനകത്ത് നിങ്ങൾ ഇത് സിമ്പിൾ റിയാക്ഷൻ ആണ്. ഈ മഗ്നീഷ്യം ഡ്രൈ ഈതറിനെ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് നമ്മുടെ വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ ആണ്. ഒരു റിങ്ങും ഒരു ചെയിനും സോഡിയം ഇവിടെ ബ്രോക്കറായിട്ട് വരും. ആ കഥയൊക്കെ നമുക്ക് ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് പിന്നീട് പറയാം. ഇപ്പം ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ എന്നെ കണ്ടിട്ട് ഒരു റിങ്ങും ഒരു ചെയിനും ഉണ്ടെങ്കിൽ ആ റിങ്ങിക്ക് ചെയിൻ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. എടാ ഈ BRനെ ഇവിടെ നിന്ന് വെട്ടുക, ഈ ചെയിനില്ലേ ഈ റിങ്ങിക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ദാറ്റ്സ് ഓൾ. അവിടെ സോഡിയത്തിന് ഇങ്ങനെ കണ്ടാൽ ഇപ്പം സോഡിയം ബ്രോക്കറാണ്, ഒരു റിങ്ങിൽ ഒരു ചെയിനെ ചേർത്ത് കൊടുക്കും. അപ്പോൾ അത് വുഡ്സ് ഫിറ്റിക് ആണ്. ഇനി ഫുൾ ഫിറ്റിക് റിയാക്ഷൻ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ SN1ൻ്റെ ഓർഡറൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡർ, അത് നമുക്ക് പറയാം. ഞാൻ SN1 പറയുമ്പോൾ പറയാം. പിന്നെ ക്ലോറോഫോം ഇത് വന്നതാണ്. ഇത് നിങ്ങൾക്ക് എന്താ പറയുക, ഇത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് കഴിഞ്ഞ പബ്ലിക് എക്സാമിന് വന്നതാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിനെ ബെൻസൈലിക്കാണ്, CH2Cl വന്നു കഴിഞ്ഞാൽ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് അല്ലൈലിക്കാണ്. ഇത് അറൈൽ അലൈഡുകളാണ് നമുക്കറിയാം. ഇത് വിനൈലിക്കാണ്. ഇത് ബെൻസീൻ റിംഗ് ഒന്നും അല്ലല്ലോ. അപ്പോൾ അത് അല്ലൈലിക്കാൻ വിനൈലിക്കാണ്. ഇത് ബെൻസൈലിക്കാണ്. ബെൻസീൻ റിംഗിൽ CH2 വന്നതാണ്. ബെൻസീനിൽ നേരിട്ട് വന്നാൽ അറൈൽ ഹാലൈഡുകൾ, അതാണ് ഹാലോ അറൈൻസ് എന്ന് പറയും. അപ്പം ഇതിനകത്ത് ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാറ്റഗറിയാണ്. ഇത് നിങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചു പോകുക. നമ്മുടെ അസറ്റോൺ ഇവിടെ NaI ആണ്, ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ ആണ് കേട്ടോ. അത് പഠിക്കാണ്ട് പോകേണ്ട. അത് 5 സ്റ്റാർ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു ചെയിനിൽ ക്ലോറിനും അപ്പുറത്ത് ഇവിടെ NaI വരും. ഈ അയഡിൻ എന്താവും, ഈ ക്ലോറിനെ അങ്ങോട്ട് മാറ്റും. അപ്പോൾ ഞാൻ ഈ ഫിംഗൽസ്റ്റീൻ ഞാൻ പറഞ്ഞുതരാം. അതൊരു 5 സ്റ്റാർ ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ നിങ്ങൾ പഠിച്ചോളൂ. ഒരു ചെയിനെ CH3CH2Cl പ്ലസ് ഇവിടെ അസറ്റോൺ ഉണ്ട്, ഇവിടെ NaI ഉണ്ട്. അങ്ങനെയെങ്കിൽ ഈ അയഡിൻ എന്ത് ചെയ്യും, ഈ ക്ലോറിൻ അങ്ങ് മാറ്റും. അപ്പം ചെയിനിൽ ഇങ്ങനെ വരും. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ കോഡ് ഇതാണ്. റസ്ന ഞാൻ തന്നെയാണ് റിനാസ്. അപ്പോൾ റസ്ന റിനാസിൻ്റെ കല്യാണം നടന്നത് ഫിംഗൽസ്റ്റീൻ ഓഡിറ്റോറിയത്തിലാന്ന് പഠിച്ചാൽ മതി. ഇങ്ങനെ അങ്ങ് പഠിച്ചാൽ റസ്ന ഐ ഞാൻ തന്നെയാണ്, ഇവിടെ RI ആണ്, പ്ലസ് നാസ്, റസ്ന ഞാൻ തന്നെയാണ് റിനാസ്, അങ്ങനെ പഠിച്ചാൽ മതി. അതാണ് ഇതിനകത്തെ കോഡ്. റസ്ന ഞാൻ തന്നെയാണ് റിനാസ്. അപ്പോൾ അവരുടെ കല്യാണം നടന്ന കഴിഞ്ഞ പ്ലസ് ഉണ്ട് കേട്ടോ. ഓഡിറ്റോറിയത്തിൻ്റെ പേരാണ് ഫിംഗൽസ്റ്റീൻ ഓഡിറ്റോറിയം. അപ്പോൾ ഇത് ഓർമ്മ വരും നിങ്ങൾക്ക്. അപ്പോൾ ഇവിടെ ചെയിൻ ആക്കി കൊടുത്താൽ മതി. ഇവിടെ നിങ്ങൾ ഇതിനകത്ത് ക്ലോറിൻ ഇട്ടോളൂ Xന് പകരം. ബാക്കി ഇവിടെ Xന് പകരം ക്ലോറിൻ ആക്കുക, Rന് പകരം ഒരു ചെയിൻ ആക്കുക, ഏതെങ്കിലും CH3CH2. അപ്പോൾ റസ്ന റിനാസിലെ R മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് കേൾക്കുക. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പറയുന്നതാണ്. പിന്നെ ആൽക്കോളിക് KOHൻ്റെ റിയാക്ഷൻ്റെ കാര്യങ്ങളാണ്. ഇതിന് ആൻസർ ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. അത് നമ്മുടെ ബീറ്റ ഹാലോ ആൽക്കിൻ, ബീറ്റ ഹാലോ ഒരു ഇതിനകത്ത് ഓക്കെ. അപ്പം ഇതിനകത്ത് പോകുന്നില്ല. പോകുന്നു. ഓക്കെ മൂവ് ചെയ്യുന്നുണ്ടായില്ല സ്ലൈഡ്, അതാണ് പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ SOCl2 ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം അവിടെ OH ആണ്. അപ്പോഴാണ് ഇവിടെ Cl മാറിയിട്ട് Cl ആവുന്നത്. അപ്പോൾ അവിടെ OH ആണ് വരിക. പിന്നെ BNaI നമ്മൾ പറഞ്ഞു. ഇത് ആൽക്കോളിക് KOH എന്താണ്, എലിമിനേഷൻ ആണ്. അപ്പോൾ ഇവിടേക്കാണ് പോവുക, കാരണം ഡബിൾ ബോണ്ട് അവിടെ മാത്രമേ ഉള്ളൂ. പിന്നെ ഫിംഗൽസ്റ്റീൻ ആണ്. അത് നമ്മൾ കഴിഞ്ഞ ആ റിയാക്ഷൻ രണ്ടാമത്തത് എന്താണ്, ഇത് ഫിംഗൽസ്റ്റീൻ ആണ്. അത് രണ്ടാമത്തെ ഏതായിരുന്നു ചോദ്യം. പിന്നെ മൂന്നാമത്തെ റിയാക്ഷനിൽ ആൽക്കോളിക് KOHന് പറയാം അക്വസ് KOH യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലോറിൻ്റെ മാറിയിട്ട് അവിടെ OH വരും. അവിടെ ആൽക്കോളിക് KOH ആണെങ്കിൽ ഡബിൾ ബോണ്ടാണ് വരിക, ആലോ എലിമിനേഷൻ ആണ്. പക്ഷേ ഇതെന്താണ്, ഇവിടെ OH ആണ് വരിക. അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവും. അത് അത്രയും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയാലേ മനസ്സിലാവുള്ളൂ. ഇതിപ്പോൾ ഒരു ക്വിക്ക് റിവിഷൻ ആയതുകൊണ്ട് നമ്മുടെ ക്ലാസ് ഇതുപോലെയാണെന്ന് നിങ്ങൾ വിലയിരുത്തരുത് കേട്ടോ. ക്ലാസ് വളരെ സിമ്പിളാക്കിയിട്ട് ഓരോ കാര്യങ്ങൾ സിമ്പിളാക്കി പറഞ്ഞു തരും. പിന്നെ ഇതിനകത്ത് ഇതിപ്പം പറയാൻ ലെങ്തി ആയി, ഇതന്നെ ഇപ്പം നീണ്ടു പോയിട്ടുണ്ടാവും. അതിനകത്ത് പിന്നെ ഇത് ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഇത് നമുക്കറിയാം മാർക്കോനിക്കോഫ് അഡീഷൻ ആണ്. ഇത് മേജർ പ്രൊഡക്റ്റ്, ഇത് മാർക്കോനിക്കോഫ് അഡീഷൻ ആണ്. ഇത് നമ്മുടെ മാർക്കോനിക്കോഫിൽ മൈനർ പ്രൊഡക്റ്റ് ആണ് ഇത്. പക്ഷേ ഇതിനെ മേജർ ആക്കണമെങ്കിൽ നിങ്ങൾ ആൻറ്റി മാർക്കോനിക്കോഫ്, ഖരാഷ് ഇഫക്റ്റ്, പെറോക്സൈഡ് അതിനകത്ത് ചേർക്കണം. അപ്പോൾ അതൊക്കെ ഞാൻ ഇതിനകത്ത് സ്ലൈഡിൽ ചേർത്തിട്ടുണ്ട്. ഇവിടെ മേജർ പ്രോഡക്റ്റ് ഇവിടെ ആൽക്കീനാണ്. ആൽക്കീനിലോട്ട് HBr ചേർക്കുമ്പോൾ ഇവിടെ മേജർ പ്രോഡക്റ്റ് ഉണ്ടാകുന്നത് നമ്മുടെ ഇതാണ് 2-ബ്രോമോ-പ്രൊപ്പൈൻ ആണ്. പക്ഷേ 1-ബ്രോമോ-പ്രൊപ്പൈൻ ഇതിനകത്ത് എന്തിന് മൈനർ പ്രോഡക്റ്റ് ആണ്. ഇനി അതിനെ മേജർ ആക്കണമെങ്കിൽ അപ്പം A ആൻഡ് Bയിൽ SN1 പോവുക ഇതാണ്, നമുക്കറിയാമല്ലോ. SN1 പോവുക ഇതാണ്, SN1 പോവുക B ആണ്. ലോങ് ചെയിനാണ് SN2 പോവുക. ഓക്കെ, നീളത്തിലുള്ളത് SN2 ആണ്. ബ്രാഞ്ച് വന്നാൽ SN1 ആണ്. ഓക്കെ, പിന്നെ കാർബോകാറ്റയോൺ സ്റ്റെബിലിറ്റി കാര്യങ്ങളാണ് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. പിന്നീട് അതിനകത്ത് ഇനി നമുക്ക് 1-ബ്രോമോ-പ്രൊപ്പൈൻ മേജറായിട്ട് കിട്ടണമെങ്കിൽ നമ്മളവിടെ പെറോക്സൈഡ് ചേർക്കണം. ആൻറ്റി മാർക്കോനിക്കോഫ് ആണ്, ഖരാഷ് എഫക്റ്റ് എന്നൊക്കെ പറയുന്ന സംഭവം. പിന്നെ ഇവിടെ ഇത് ഫിംഗൽസ്റ്റീൻ ആണ്, നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും. പിന്നെ ഇത് നമ്മൾ പറഞ്ഞതാണ്, ഇത് മാർക്കോനിക്കോഫ് ആണ്. അപ്പോൾ അതൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ ഇതിനകത്ത് ഒരു കാര്യം ഉണ്ടല്ലോ, SN1 SN2 ബില്യൺ ഡോളർ ക്വസ്റ്റ്യൻ. പഠിക്കാണ്ട് പോകേണ്ട. റിയാക്ഷൻ്റെ ഓർഡർ SN1 എന്ന് പറഞ്ഞാൽ എന്താടാ, ഫസ്റ്റ് ഓർഡർ ആണ്. SN2
സെക്കൻഡ് ഓർഡറാണ്. അപ്പോൾ ഓർഡർ അനുസരിച്ചാണ് SN1 എന്ന് പറയുന്നത്, ഓർഡർ 1, SN2 ഓർഡർ 2. അത് പഠിക്കാണ്ട് പോകണ്ട. പിന്നെ 2 സ്റ്റെപ്പാണ്, നേരെ തിരിച്ച്. SN1 ആണെങ്കിൽ 2 സ്റ്റെപ്പിലാണ്. അതായത് ഒരു സ്റ്റെപ്പിൽ കാർബോകാറ്റയോണും പിന്നെ ന്യൂക്ലിയോഫൈലിൻ്റെ അറ്റാക്കും, അങ്ങനെ 2 സ്റ്റെപ്പിലാണ്. കാർബോകാറ്റയോൺ പ്ലസ് ന്യൂക്ലിയോഫൈൽ അറ്റാക്ക്. പിന്നെ ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് എന്ന് എഴുതണം കേട്ടോ, ന്യൂക്ലിയോഫൈൽ. ഓക്കെ, ന്യൂക്ലിയോഫൈൽ. പിന്നെ ഇവിടെയാണെങ്കിൽ SN2 എന്താണ്? SN2 സിംഗിൾ സ്റ്റെപ്പാണ്. ഓർഡർ 2 ആണ്, പക്ഷേ സ്റ്റെപ്പ് മാറും, സ്റ്റെപ്പ് സിംഗിളാണ്. അപ്പം ആ സംഭവങ്ങൾ, പിന്നെ ഇതിൻ്റെ ഓർഡർ എന്തുകൊണ്ടാവുന്നു എന്നുള്ളതിൻ്റെ ഒക്കെ എക്സ്പ്ലനേഷൻ അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്തായിരുന്നാലും ഓക്കെ. പിന്നെ റിയാക്ടിവിറ്റി ഓർഡർ ചോദിച്ചാൽ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിപ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്നത് ഇതിൻ്റെ ഡിസെൻഡിങ് ഓർഡറാണ്, കുറഞ്ഞു വരും. ആദ്യം ഏറ്റവും കൂടുതൽ ഡിസെൻഡിങ് എന്ന് പറഞ്ഞാൽ ഡിസെൻഡിങ് ഓർഡറും ചോദിക്കും, അസെൻഡിങ് ഓർഡറും ചോദിക്കും. അസെൻഡിങ് എന്ന് പറഞ്ഞാൽ കൂടി പോകുന്ന രീതിയിൽ. അപ്പോൾ ആദ്യം ഏറ്റവും കുറവുള്ള ആൾ. അസെൻഡിങ് ഇങ്ങനെയാണ് അതിൻ്റെ വരിക. ഇതിപ്പോൾ എഴുതിയത് ഡിസെൻഡിങ് ആണ്. ഏറ്റവും കൂടുതൽ SN1 പോവുക ടെർഷറിയാണ്, പിന്നെ സെക്കൻഡറി, പിന്നെ പ്രൈമറിക്ക് കുറവാണ്. അപ്പോൾ ഇത് ഡിസെൻഡിങ് ആണ്, കുറഞ്ഞു വരുന്ന ഓർഡറാണ്. ഇത് കൂടി പോവുക. ഇനി ഇത് SN2ൻ്റെതാണ്, ഇത് SN1ൻ്റെതാണ്. SN2ൻ്റെതാണെങ്കിൽ പ്രൈമറിയാണ് അത് കൂടുതൽ പോവുക. അപ്പോൾ ഇതിപ്പം അതിൻ്റെ ഡിസെൻഡിങ് ഓർഡറാണ്. ഇനി ഇതിൻ്റെ അസെൻഡിങ് ചോദിച്ചാൽ അസെൻഡിങ്, അപ്പോൾ ഇതിൻ്റെ അസെൻഡിങ് വരിക, ഏറ്റവും അസെൻഡിങ് എന്ന് പറഞ്ഞാൽ ആദ്യം ഏറ്റവും കുറഞ്ഞ ആളാണ്. അപ്പോൾ ടെർഷറിക്ക് കുറവാണ്, സെക്കൻഡറി, പ്രൈമറി, അവസാനം കൂടിയ ആൾ. അപ്പോൾ അതൊക്കെ അതിനകത്ത് ചിലപ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും അഭിപ്രായം കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഞാൻ ഇതിനകത്ത് ഫാസ്റ്റായി പറയുന്നതാണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ആൽക്കോളിക് AOH, സൈറ്റ്സേഫ് റൂള്, പിന്നെ സൈറ്റ്സേഫ് റൂൾ ഞാൻ പറഞ്ഞതാണ് എന്നാണ് എൻ്റെ ഓർമ്മ. യെസ് അല്ലേ, നമ്മൾ സൈറ്റ്സേഫ് റൂൾ അതിനകത്ത് പറഞ്ഞില്ലേ നേരത്തെ? ആൽക്കോളിക് AOH, സൈറ്റ്സേഫ് റൂള്. സൈറ്റ്സേഫ് റൂൾ പറഞ്ഞതാണല്ലോ. യെസ് പറഞ്ഞതാണ്. നമ്മൾ നേരത്തെ അതിനകത്ത് പറഞ്ഞതാണ് സൈറ്റ്സേഫ് റൂൾ അല്ലേ. സൈറ്റ്സേഫ് റൂൾ ഇവിടെ പറഞ്ഞില്ലേ? പറഞ്ഞു. ഇനി അത് നമ്മൾ അതിനകത്ത് പറഞ്ഞതാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്തയിലോട്ട് പോകുമ്പം ഇതിനകത്ത് ഇനി ഉള്ളത് ഇതൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് വന്ന ക്വസ്റ്റ്യനുകൾ. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ഇതും നമ്മൾ പറഞ്ഞു. SN1 SN2 പഠിക്കാണ്ട് പോകണ്ട കേട്ടോ. SN1 SN2 ക്ലോറോഫോം എന്തുകൊണ്ട് ബോട്ടിൽ കീപ്പ് ചെയ്യുന്നു, ആ ക്വസ്റ്റ്യനുകളൊക്കെ നമ്മൾ ആ വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോയിൽ ഉള്ള ക്വസ്റ്റ്യനുകളൊക്കെ ഇതുമായിട്ട് കമ്പയർ ചെയ്യുക, എന്നിട്ട് ഇതിൻ്റെ ആൻസർ ഇവിടുന്ന് കണ്ടെത്തുക കേട്ടോ. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ സൈറ്റ്സേഫ്. പിന്നീട് ഇതിനകത്തുള്ളത് നമ്മുടെ സൈറ്റ്സേഫ് ഞാൻ പറഞ്ഞു. പിന്നെ ഇതും സൈറ്റ്സേഫിൻ്റെമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതിന് ആൻസർ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം ബ്രോമോബ്യൂട്ടൈൻ്റെതാണ്. 2-ബ്രോമോബ്യൂട്ടൈൻ്റെ മേജർ പ്രൊഡക്റ്റ് ഏതാണെന്ന് നിങ്ങൾ നോക്കുക. അപ്പം 2 ബ്യൂട്ടീന് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ബ്യൂട്ട് 2-ഈനും ബ്യൂട്ട് 1-ഈനും. അപ്പോൾ അതിനകത്ത് നോക്കുക. പിന്നെ ഇത് നമ്മൾ പറഞ്ഞതാണ്, SOCl2 ആണ്. പിന്നെ ഫിംഗൽസീനും ഫിറ്റിഗൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഫിറ്റിഗ് എന്ന് പറഞ്ഞാൽ ഫിറ്റിഗ് എന്ന് പറഞ്ഞാൽ 2 ചെയിനുകൾ കണ്ടോ, ഒരു റിങ് 2 റിങ്ങുകൾ പരസ്പരം എന്താ ചെയ്യുക, കണക്ട് ചെയ്ത് കണ്ടോ, ഇങ്ങനെ നിൽക്കുന്നത്. ഇത് എളുപ്പമല്ലേ, ഇവിടെ ഇത് പഠിച്ചാൽ മതി, ഫിറ്റിഗ് റിയാക്ഷൻ. പിന്നെ ഫിറ്റിഗ് കഴിഞ്ഞു. പിന്നെ ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്, ഡിസ്കസ് ചെയ്താണ്. ഫിംഗൽസീം വീണ്ടും വരുന്നുണ്ട്, SN1 വീണ്ടും വരുന്നുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കുക. SN2 ഏതാ? SN2 എന്ന് പറഞ്ഞാൽ നീളത്തിലുള്ള ചെയിൻ ഏതാ നോക്കിയാൽ മതി, ബ്രാഞ്ച് ഒന്നും ഇല്ലാത്തത്. ഇത് ബ്രാഞ്ച് ഉണ്ട്, 3 കണ്ടില്ലേ. ഇതും ഇടയ്ക്കൊരു ക്ലോറിൻ വരുന്നുണ്ട്, അറ്റത്ത് ക്ലോറിൻ വരുന്നത്. സിമ്പിൾ ട്രിക്ക് ഇതാണ്, അറ്റത്ത് ക്ലോറിൻ വരുന്ന രീതിയിൽ നീളത്തിലുള്ള ബ്രാഞ്ച് അതായിരിക്കും SN2. അല്ലാണ്ട് ഇതിൻ്റെ മെക്കാനിസം കുറേ പറയാണ്ട്. കാർബോകാറ്റയോൺ ഫോർമേഷൻ വെച്ചിട്ട് SN1 ടെർഷറി ആയിരിക്കും, പക്ഷേ SN2 അതിനകത്ത് എന്താണ്, നമ്മുടെ സ്റ്റെറിക് എഫക്റ്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിനകത്ത് ബ്രാഞ്ച് ഇല്ലാത്തതാണ് എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത്. അപ്പോൾ ഇതാണ് ഇതിനകത്ത് SN2 പറയാം. അപ്പോൾ SN2ൻ്റെ ഏറ്റവും സിമ്പിൾ ട്രിക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ്, ലോങ് ആയിട്ടുള്ള, അതായത് ബ്രാഞ്ച് ഒന്നും ഇല്ലാത്ത ലോങ് ചെയിൻ, അറ്റത്ത് ക്ലോറിൻ വരുന്നത് നോക്കുക. അപ്പോൾ അത് ആൻസർ. പിന്നെ സാൻമേയേഴ്സിന് അടിപൊളി ട്രിക്ക് ഉണ്ട്. അനിലിൻ, ബെൻസ് കാറിൽ മണലിട്ട റോഡിൽ സാൻഡ്, മണലിട്ട റോഡിൽ ബെൻസ് കാറിൽ അനിലിൻ നാനോ കാറിലോട്ട് ആരോ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിച്ചു വെച്ച് Cl, അപ്പോൾ HX എന്ന് കൊടുത്താണ്. അപ്പോൾ അനിലിൻ ആകെ പൊട്ടിത്തെറിച്ചു. അപ്പോൾ ആളുകൾ CuCl2 കൂക്കൽ തുടങ്ങി. അപ്പോൾ അനിലിൻ കല്ല് പോലെയായി. അപ്പോൾ അനിലിൽ നിന്നും എങ്ങനെ ക്ലോറോബെൻസീൻ ഉണ്ടാക്കാം, അതൊക്കെ സാൻമേയേഴ്സിൻ്റെ ഒരു വെറൈറ്റി തന്നെയാണ്. ആ ക്ലോറിൻ മാറ്റി X ആക്കി കഴിഞ്ഞാൽ ജനറലി സാൻമേയേഴ്സ് റിയാക്ഷൻ്റെ ഒരു ഇതാക്കി കഴിഞ്ഞു. അപ്പോൾ ഇതിനകത്ത് ഇതൊക്കെ നിങ്ങൾ പഠിക്കുക. പിന്നെ ഇതിനകത്ത് നമുക്കുള്ളത് ഫിറ്റിഗ് റിയാക്ഷൻ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. വുഡ്സ് ഫിറ്റിഗ്, ആ ഒരു ചെയിനും ഒരു റിങ്ങിലേക്ക് ഒരു ചെയിൻ ആഡ് ചെയ്യുക. കണ്ടോ, ഇവിടെ ഈ ചെയിനിനെ നമ്മൾ ഈ റിങ്ങിലേക്ക് നടുക്ക് സോഡിയം ഉണ്ട്, ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വുഡ്സ് ഫിറ്റിഗാണ്. അപ്പം മെതോക്സ്, ഇതിനകത്ത് നമ്മുടെ മീഥൈൽ ബെൻസീൻ. പിന്നീട് ഇതിനകത്ത് പോളി ഹാലജൻ കോമ്പൗണ്ട്, ക്ലോറോഫോമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ ഫ്രിഡിൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷനും അസൈലേഷനും ഒക്കെ പഠിക്കുക. അതിനകത്ത് കോഡൊക്കെ ഉണ്ട്, കോഡുമായിട്ട് നമുക്ക് അതിനകത്ത് വീഡിയോയിൽ പറയാം. അപ്പോൾ ഇതിനകത്ത് ഒന്നുമില്ല, ഈ ക്ലോറിനെ അവിടെ നിൽക്കും, എന്നിട്ട് ഈ CH3 ഇത് മേജർ പ്രോഡക്റ്റായും ഇത് ഓർത്തോ വരുന്നത് മൈനർ പ്രോഡക്റ്റായിട്ട് മാറും. അപ്പം ഇവിടെ അലൂമിനിയം ക്ലോറൈഡുമായിട്ടുള്ള റിയാക്ഷനാണ് ഇതിനകത്ത്. പിന്നെ NaOH, ഇത് ഡോസ് പ്രോസസ്സാണ്. ഇത് അതിനകത്ത് അടുത്ത ക്ലോറോബെൻസീനിന്ന് എങ്ങനെ ഫീനോൾ ഉണ്ടാക്കാം എന്നുള്ള പ്രിപ്പറേഷനാണ് ഡോസ് പ്രോസസ്സ്. അപ്പോൾ ഇത് ചോദിക്കാറുണ്ട്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയില്ല, പക്ഷേ ചോദിക്കാറുണ്ട്. പിന്നെ ഫിംഗൽസ്റ്റീൻ പറഞ്ഞല്ലോ,
പിന്നെ ഇതിനകത്ത് എന്താ പറയുക, ഇത് സാൻമേയേഴ്സ് ആണ്. പിന്നെ ഇത് നമ്മളിപ്പം പറഞ്ഞല്ലോ ഫിംഗൽസ്റ്റീൻ, എത്ര തവണ ചോദിച്ചത്. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ 2 തവണ ചോദിച്ചിട്ടുണ്ട്, ടെർട്രിബ്യൂട്ടോക്സൈഡിൻ്റെ സംഭവം എന്ന് പറഞ്ഞിട്ട്, ടെർട്രിബ്യൂട്ടൈൽ ബ്രോമൈഡിൻ്റെ. ഓക്കെ, പിന്നെ നമ്മുടെ ഫിംഗൽസ്റ്റീന് വീണ്ടും ചോദിച്ചിരിക്കുന്നു. പിന്നെ സാൻമേയേഴ്സ് വീണ്ടും ചോദിച്ചിരിക്കുന്നു. ബുഡ്സ്വിറ്റിക്ക് വീണ്ടും ചോദിച്ചിരിക്കുന്നു. പിന്നെ ഡോസ് പ്രോസസ്സ് ഞാൻ പറഞ്ഞല്ലോ, ക്ലോറോൺ, ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ക്ലോറിൻ അവിടെ നിന്ന് മാറ്റി ഓയിച്ചാക്കാൻ. പക്ഷെ നമ്മൾ ഹൈ ഈറ്റ് കൊടുക്കും, ഭയങ്കര പ്രഷറൊക്കെ കൊടുത്തിട്ട് തല മാറ്റാൻ പണിയാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ക്ലോറിൻ പിന്നെ ONA ആവും. പിന്നെ അതിനെ നമ്മൾ ആസിഡ് ചേർത്ത് ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ആസിഡ് ചേർത്ത് കഴിഞ്ഞാൽ അതിനകത്ത് എന്താവും, ഫീനോൾ കിട്ടും. ഓക്കെ, പിന്നെ ഇതിനകത്ത് നമ്മൾ ഇത് പറഞ്ഞു കഴിഞ്ഞു, NO2 ഇലക്ട്രോൺ വിഡ്രോയിങ് ആണ്. അപ്പം മോർ റിയാക്റ്റീവ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ A ആണ്, കാരണം ഇവിടെ ഇലക്ട്രോൺ വിഡ്രോയിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാണ് മോർ റിയാക്റ്റീവ്. അപ്പോൾ ഇതിനകത്ത് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കാരണം അത് -I ഇഫക്റ്റും -M റെസണൻസ് ഇഫക്റ്റും ഒക്കെ കാരണമാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്ത് പിന്നീട് ഇതിനകത്ത് ഇതൊന്നും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്ന കാറ്റഗറി അതിനകത്ത് പറയില്ല. സേ എക്സാമിന് കുറച്ച് ടഫ് ക്വസ്റ്റ്യൻ വരാറുണ്ട്, ആ ഒരു കാറ്റഗറിയിലാണ്. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകൾ വന്നാൽ ഇത് മോർ റിയാക്റ്റീവ് ആകും കമ്പയർ ടു അവിടെ ആരും ഇലക്ട്രോൺ വിഡ്രോയിങ് ഇല്ലല്ലോ. ഓക്കെ, അപ്പം പിന്നീട് അതിനകത്ത് പിന്നെ ഫോസ്കിൻ ഇതൊക്കെ വന്നതാണ്, ബുഡ്സ്വിറ്റിക്ക് വന്നതാണ്. പിന്നെ ഇതെല്ലാം നമ്മൾ പറഞ്ഞതാണ്. പിന്നെ SN1 SN2 ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ ഇതും ഇത് നിങ്ങൾ ക്ലോറോപ്രൊപ്പൈൻ 2 ക്ലോറോപ്രൊപ്പൈൻ അതിൻ്റെ ബോയിലിംഗ് പോയിന്റ്, ബ്രാഞ്ച് കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കുറയും, ചെയിന് ബോയിലിംഗ് പോയിന്റ് കൂടും. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ചെയിന് ഇതിൻ്റെ സ്ട്രക്ചർ വരയ്ക്കണം, എന്നിട്ട് ചെയിൻ ഏതാണ് ബ്രാഞ്ച് ഉള്ളത് ഏതാണെന്ന് നോക്കണം. അപ്പം ഇവിടെ നമുക്കറിയാം ഇപ്പോൾ 2 ക്ലോറോപ്രൊപ്പൈൻ അത് ബ്രാഞ്ച് ഉണ്ട്, രണ്ടാമത്തിലാണ് ക്ലോറിൻ. അപ്പോൾ അതിന് ബോയിലിംഗ് പോയിന്റ് കുറവായിരിക്കും, ബ്രാഞ്ച് കൂടിക്കഴിഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് കുറയും. അപ്പോൾ ഇവിടെ 1 ക്ലോറോപ്രൊപ്പൈൻ അറ്റത്താണ് അതിനകത്ത്, അപ്പോൾ ഇതിന് കൂടും. പിന്നെ ഇത് ബ്യൂട്ടൈൻ ആണ്, അപ്പോൾ ഇതിനായിരിക്കും കൂടുതൽ. അപ്പോൾ ബ്രാഞ്ച് ഒന്നും ഇല്ലാതെ നീളത്തിലുള്ള ചെയിന് ബോയിലിംഗ് പോയിന്റ് കൂടും. അപ്പോൾ ഇതാണ്. ഓക്കെ, പിന്നെ അതിനകത്ത് ക്ലോറോഫോമിൻ്റെ യൂസ് അതൊക്കെ നിങ്ങൾ തിയറിയാണ് പഠിച്ചു വെക്കുക, റെഫ്രിജറൻ്റ് ഫ്രീയോണ്ടൊക്കെ യൂസ് പ്രിപ്പറേഷൻ. പിന്നെ ഇതിനകത്ത് ഫ്രീഡൽ ക്രാഫ്റ്റിനെ നിങ്ങൾ അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് കൊടുക്കണം കേട്ടോ. നേരത്തെ ഇവിടെ നമ്മൾ ഫ്രീഡൽ ക്രാഫ്റ്റ് പറഞ്ഞപ്പോഴേ ഇവിടെ അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് പറയണം കേട്ടോ. ഇവിടെ ഒരു അൺഹൈഡ്രസ്, ഇവിടെയായിരുന്നു ഫ്രീഡൽ ക്രാഫ്റ്റ് നമ്മൾ പറഞ്ഞത്. ഇവിടെ ഫ്രീഡൽ ക്രാഫ്റ്റ് എവിടെയോ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ. ഇവിടെ അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് ആണ് ഫ്രീഡൽ ക്രാഫ്റ്റ് കേട്ടോ, അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ്. പിന്നെ നമ്മൾ ഇതിനകത്ത് പിന്നെ നമ്മൾ ഇവിടെ ഇതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, ഇതെല്ലാം പറഞ്ഞു. ഇതിൻ്റെ ആൻസർ ഇത് നിങ്ങൾ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. ക്ലോറിൻ അവിടെ നിൽക്കും, SO3H അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട്. അപ്പം ഇവിടെ ഇതാണ് മെയിൻ, ഇതിൻ്റെ പേരിലാണ് അറിയപ്പെടുക, ബെൻസീൻ സൾഫോണിക് ആസിഡ്. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂൻ്റ് ആയി മാറും. അതുകൊണ്ട് 4 ക്ലോറോയും 2 ക്ലോറോയും, മേജർ 4 ക്ലോറോ. പിന്നെ ഇതെല്ലാം നമ്മൾ പറഞ്ഞതാണ്. ഇത് സാൻമേയേഴ്സ് ഓൾറെഡി പറഞ്ഞതാണ്. ഇത് DDTയുടെ ഒരു പോളിഹാലജൻ കോമ്പൗണ്ടാണ് DDTയുടെ ഇൻസെക്ടിസൈഡ് ആണ്. അതുപോലെ അതിൻ്റെ ഫുൾ ഫോം ഒക്കെ പഠിക്കുക. പിന്നെ പറ്റുമെങ്കിൽ സ്ട്രക്ചർ നോക്കിക്കോളൂ, ഫുൾ ഇത് പഠിച്ചാൽ മതി. ഓക്കെ, പിന്നെ ഇതിനകത്ത് ഇതൊരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് വന്ന ഇയർ ഞാൻ എന്തായാലും നോക്കി പോയിക്കോളൂ പറ്റുമെങ്കിൽ. ഇതിനകത്ത് ഇതൊക്കെ കുറച്ച് ഒരു എന്താ പറയുക, അത്ര കോമൺ ആയിട്ട് ചോദിക്കുന്ന കാറ്റഗറി അല്ല. ബോയിലിംഗ് പോയിന്റ് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് അയഡിൻ വരുമ്പോഴാണ് ഇതിനകത്ത് ബോയിലിംഗ് പോയിന്റ്, വാണ്ടർവാൾ ഫോഴ്സ് വെച്ചിട്ടാണ് ഇതിനകത്ത് നമ്മളത് പറയുന്നത്. അപ്പം ഇത് നിങ്ങളെ അയഡിൻ, ബ്രോമിൻ, ക്ലോറിൻ, ഫ്ലോറിൻ ആ ഓർഡറിലാണ് ഇത് വരിക. പിന്നെ CL KCN അക്വസ് എഥനോളിൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇതയിൽ ക്ലോറൈഡ് എന്തായി മാറും, ഇതയിൽ സയനൈഡായി മാറും. ഇതൊക്കെ ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, വന്നു എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞതാണ്. പിന്നെ ബുഡ്സ്വിറ്റിക്കൊക്കെ പഠിച്ചു പോവുക. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പം ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങളുടെ ലൈക്ക് കമൻറ്റാണ് നമുക്കെല്ലാം.